ദിവസവും പുതിയ ടിപ്സുകൾ ലഭിക്കുന്നതിന് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ ടിപ്സുകളുടെയും നോട്ടിഫിക്കേഷൻസ് മുടങ്ങാതെ നിങ്ങൾക്ക് കിട്ടുന്നതിന് ബെൽ ബട്ടൺ കൂടി അമർത്തുക. നമസ്കാരം. കുഞ്ഞിന്റെ വളർച്ചയുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധയുള്ളവരാണ് നമ്മളെല്ലാവരും, അല്ലേ? കുഞ്ഞിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടവും വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. ഇന്ന് കുഞ്ഞുങ്ങളുടെ ചർമ്മ സംരക്ഷണത്തെ കുറിച്ചാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. പ്രസവ ശേഷം തന്നെ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ മുതൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്നാൽ ചില അമ്മമാര് കുഞ്ഞിന്റെ കാര്യത്തിൽ കാണിക്കുന്ന അമിത ശ്രദ്ധ കുഞ്ഞിന് പല അപകടങ്ങളിലും എത്തിക്കുവാൻ സാധ്യതയുണ്ട്. ആദ്യമേ തന്നെ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ നമ്മൾ എണ്ണ തേക്കാറുണ്ട്. ഇന്ന് വിപണിയിൽ പലതരത്തിലുള്ള എണ്ണകൾ അവൈലബിൾ ആണ്. ഇത് ചില കുട്ടികളിൽ അലർജിയൊക്കെ ഉണ്ടാക്കുവാൻ വളരെയധികം സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ മാത്രമാണ് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ കുഞ്ഞുങ്ങളിൽ ചർമ്മത്തെ സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ വെളിച്ചെണ്ണ തേച്ച് കുളിപ്പിക്കാൻ ശ്രദ്ധിക്കുക. സോപ്പ് ഉപയോഗിക്കുമ്പോഴും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അമിതമായി സോപ്പ് ഉപയോഗിക്കുന്നത് കുഞ്ഞുങ്ങളിൽ അലർജി ഉണ്ടാക്കാനും സ്കിൻ റഫ് ആകാനും ഒക്കെ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ ചെറുപയർ പൊടി തേച്ച് കുളിപ്പിക്കാൻ ശീലിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഷാംപൂ, കുഞ്ഞിലെ തൊട്ടേ ഷാംപൂ ഉപയോഗിച്ച് ശീലിക്കുന്നവരുണ്ട്. പക്ഷെ എത്ര പ്രകൃതിദത്തമാണെന്ന് പറഞ്ഞാലും ഇതിൽ കെമിക്കൽ അടങ്ങിയിട്ടുണ്ടാവും. ഇത് കുഞ്ഞുങ്ങളുടെ തലയോട്ടിയിലും മുടിയിലുമൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുവാൻ വളരെയധികം സാധ്യതയാണ്. കുഞ്ഞുങ്ങളിൽ ഷാംപൂ കുഞ്ഞിലെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. കുളി കഴിഞ്ഞ ഉടനെ കുഞ്ഞുങ്ങളിൽ അമിതമായി പൗഡർ ഉപയോഗിക്കുന്ന ഒരു ശീലം എല്ലാവർക്കും ഉണ്ട്. എന്നാൽ ഇത് കുഞ്ഞിന് പല അസ്വസ്ഥതകളും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അമിതമായുള്ള പൗഡർ ഉപയോഗം ഒഴിവാക്കുക. കുഞ്ഞിനെ ഇളം ചൂടുവെള്ളത്തിൽ വേണം നമ്മൾ കുളിപ്പിക്കാൻ. കുളിപ്പിച്ചതിന് ശേഷം ശരീരത്തിന്റെ ഇടുക്കുകളിൽ അതുപോലെ തന്നെ കഴുത്തിന്റെ മടക്കുകളിലൊക്കെ ഉള്ള വെള്ളം ഉപ്പിയെടുക്കണം. അല്ലെങ്കിൽ ഇവിടെ പൂപ്പൽ ബാധ ഉണ്ടാവാൻ വളരെയധികം സാധ്യതയുണ്ട്. കുട്ടികളിൽ ഡയപ്പർ ഉപയോഗിക്കുന്ന ശീലം ഇപ്പം എല്ലാവർക്കും ഉണ്ട്. കുട്ടികളിൽ സ്ഥിരം ഡയപ്പർ ഉപയോഗിക്കുന്നത് അവരുടെ ചർമ്മത്തെ ബാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പല അസ്വസ്ഥതകളും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കഴിവതും വീട്ടിലുള്ളപ്പോഴെങ്കിലും കുട്ടികളിൽ ഡയപ്പർ ഒഴിവാക്കുന്നത് നല്ലതാണ്. കുട്ടികളുടെ തലയിൽ അതുപോലെ താരൻ പോലെ ഒരു ചെറിയ പൊടികൾ കാണാറുണ്ട്. ഇത് ഇളക്കി മാറ്റാതിരിക്കുക. ഇത് സ്വയം കൊഴിഞ്ഞു പോകാൻ അനുവദിക്കുക. കുഞ്ഞുങ്ങളുടെ മുടിയിൽ ചീപ്പ് ഉപയോഗിച്ച് ചീകാതെ ഇരിക്കുക. ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ്സായി രേഖപ്പെടുത്തുക. നന്ദി.